ഹായ് എവരിവൺ. പോയ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊരു ക്രിസ്മസ് ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ ഇപ്രാവശ്യം ചെയ്യുക വിചാരിച്ച് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി. നമ്മൾ ഷോപ്പിൽ നിന്ന് ഇത് ജസ്റ്റ് ഒരു 150 രൂപയൊക്കെ ഉള്ളൂ. ഈ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ്, ഈ തൊപ്പി, പാൻറ്റ്, ഇതൊക്കെ ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് 150 മറ്റാണ് വാങ്ങിയത്. കൂടതായി മാസ്ക്, ഇതിനൊരു ബെൽറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അച്ഛൻ്റെ പഴയ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാത്തത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ ചെയ്തത്, ഇതെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു നോട്ടിട്ട് വെച്ചു. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് തുണികളൊക്കെ നമ്മളിങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഒരു ബോഡി പോലെ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഡമ്മി മാതിരി ഈ തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് താഴേക്ക് പോവില്ല. അതുപോലെ ഈ കൈയുടെ ഉള്ളിലേക്കും നമ്മൾ തുണി സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ ചെയ്ത് വന്നപ്പോൾ ഒരുപാട് കൂടിപ്പോയി തുണി. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് കറക്റ്റ് ഫിറ്റ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. പിന്നെ അതിന്ന് എടുത്തിട്ട് കുറച്ച് ശരിയാക്കാണ്ട് ഇത് ശരിയാക്കി സ്റ്റഫ് ചെയ്ത് കാലിലേക്കും കയ്യിലേക്കും ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട് ആ ബെൽറ്റ് കൂടി ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഡമ്മി. ഇനി ഇതിൻ്റെ പുറത്ത് കഴുത്തിലേക്ക് നമുക്ക് സാന്റാക്ലോസിൻ്റെ എന്താ പറയുക മാസ്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ശരിയായില്ല. പിന്നെ അവിടെ ഞങ്ങൾ ക്രിസ്മസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അതുപോലത്തെ ഒരു ഹാറ്റുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആ മാസ്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കിയിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റായി അവിടെ നിന്നു. ഈസി ആയിരുന്നു അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ഒക്കെ ഒരു തട്ടിക്കൂട്ടാണ്, എന്നാലും നമുക്കതൊരു വിചാരിച്ച പോലെ കിട്ടി. ഇതായിരുന്നു ഫൈനൽ ലുക്ക് സാന്റാക്ലോസിൻ്റെ. കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് ആ വയറൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ തൊപ്പി കൂടെ വെച്ച് ഇതിൻ്റെ പുറത്ത് തലമേൽ ഇങ്ങനെ വെച്ച് സെറ്റാക്കിയിരുന്നു. ഈ വെച്ചിരിക്കുന്ന ചെയറിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചെയറിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു സംഭവം ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് ഇങ്ങനെയായിരിക്കും നമ്മൾ വെളിയിൽ പുൽക്കൂടിൻ്റെ അവിടെ വയ്ക്കാൻ പോകണം. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ എന്തിനോ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡ് ഉണ്ട്, ഫിഷ് ടാങ്കിൻ്റെ മറ്റൊക്കെ എഴുതിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പക്ഷേ കട്ട് ചെയ്തെടുത്തത് ഞാനാട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് സാന്റാക്ലോസ് വരുന്ന ആ ഒരു സ്ലേ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, ആ ഒരു റെയിൻഡിയറിന് ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു വണ്ടി, മഞ്ഞക്കൂടെ ഇങ്ങനെ പോണ വണ്ടി, അത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നതാണ്. എത്രമാത്രം ശരിയായി വരുമെന്നൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. ഒരു പക്ഷേ ഇത് ശരിയായി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ സാന്റാക്ലോസിനെ മാത്രം വെച്ചിട്ടായിരിക്കും ബാക്കി സെറ്റപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു റെഫറൻസ് പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിങ്ങനെ വരച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് നന്നായി വരച്ചെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഈ കാർഡ്ബോർഡ് കുറച്ച് ഇങ്ങനെ വളഞ്ഞു പോണ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡും എന്നിട്ടും നിന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പോ സ്റ്റിക്കോ കൊണ്ടൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചാൽ അത് നിൽക്കും, അത് വളഞ്ഞൊടിഞ്ഞ് പോവില്ല. ഇത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ആയതുകൊണ്ടാണ്. അതപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ കാർഡ്ബോർഡ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഈ സ്റ്റിക്സ് എൻ്റെ അടുത്ത് വേറെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ സ്റ്റിക്സൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറത്തിങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അത് മടങ്ങി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, ചെയറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പും ഈ കാർഡ്ബോർഡൊക്കെ അതിൽ വെച്ച് കൊടുക്കുന്നത്. ആ കാർഡ്ബോർഡ്, വെളുത്ത കാർഡ്ബോർഡ് കുറച്ച് മടങ്ങണ ടൈപ്പാണ്. സോ അതങ്ങനെ മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുത്തത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും എൻ്റെ അടുത്ത് വീഡിയോയിലില്ല. ഇത് നമ്മളിങ്ങനെ ശരിയാക്കി എടുത്തതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് സ്ലേയുടെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ബെല്ലും ബോളും ബലൂണും പിന്നെ മിനുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല, അൺഫോർച്യുനേറ്റ്ലി ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം.
ഈ സ്ലേയുടെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു മാനിനും റെയിൻഡിയറിനും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അതുപോലെ ബെൽസും ബലൂണും ഒക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും കുറേ കൂടെ നന്നായി വന്നു. ചെയറിൻ്റെ സൈഡിലേക്കാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. സാൻഡയുടെ കയ്യിലൊരു പ്ലേറ്റിൽ ഗിഫ്റ്റ്സ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് ഫൈനലി നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെയ്തെടുത്തു. ട്രീ സെറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ എല്ലാ വർഷവും നമ്മൾ വയ്ക്കുന്നതാണ്. സോ ഇപ്രാവശ്യമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. സോ ഈ നമ്മുടെ പുൽക്കൊല്ലിൻ ട്രീയുടെ ഒപ്പം അത് വെച്ചപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടവരൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലീവ് യുവർ കമൻറ്റ്സ് ബിലോ ഇഫ് യു ലൈക്ക് ഇറ്റ്. അതുപോലെയൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം. ക്രിസ്മസിൻ്റെ തലേന്നാണ് നമ്മളിത് ചെയ്തത്. സോ വിഷുവിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ ഒക്കെ വെച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടിയല്ല. ഇതൊക്കെ ലൈക്ക് 50 റുപ്പീസോ 60 റുപ്പീസോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. താഴെ ഞാനൊരു ട്രെയിൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ക്രിസ്മസിന് ഞാൻ ചെയ്തതായിരുന്നു. അത് ഇപ്രാവശ്യം വെച്ചു ട്രീയുടെ താഴെ. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.